നമസ്കാരം. KSRTC MD ശ്രീ പ്രമോദ് ശങ്കർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ കാര്യമായിട്ടുള്ള തള്ളുകൾക്കൊന്നും വരാറില്ല. കാരണം ഇതിനു മുമ്പുള്ള KSRTC MD മാരൊക്കെ മാധ്യമങ്ങൾ തള്ളിമറിക്കുന്ന, മാധ്യമങ്ങളെ കാണുമ്പോൾ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. ഏതായാലും KSRTC MD ആയിട്ട് കാരണം ബിജു പ്രഭാകർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ KSRTCയുടെ MDയുടെ റോൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പ്രമോദ് ശങ്കർ. KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ പിതാവ് KSRTCയിൽ ഒരു ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ നല്ല സഹപ്രവർത്തകരോടൊക്കെ സ്നേഹത്തിൽ പെരുമാറിക്കൊണ്ടിരുന്ന വളരെ നല്ല ഒരു അഭിപ്രായമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിൻ്റെ മകൻ KSRTCയുടെ സമ്പൂർണ്ണ ചുമതലയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ KSRTC ജീവനക്കാരോടുള്ള പെരുമാറ്റത്തിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസം, ഒരു മാനേജ്മെൻറ്റ് ഭീകരത എന്നുള്ളതിലുപരി ഈ KSRTCയുടെ അന്നം ഭക്ഷിച്ച് തന്നെ വളർന്നു വന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത നിലവാരത്തിലെത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ KSRTCയോടും തൻ്റെ പിതാവ് ജോലി ചെയ്ത സ്ഥാപനത്തിലെ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന ജീവനക്കാരോടും സൗമ്യമായും സ്നേഹമായിട്ടുമുള്ള പെരുമാറ്റം അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയാണെന്നാണ് ഞാനും കരുതിയിരുന്നത്. ഏതായാലും വെൽഫെയർ അസോസിയേഷൻ ഒരുപാട് വിമർശനങ്ങൾ പറയുമ്പോഴും പ്രമോദ് ശങ്കർ എന്നുള്ള പേര് പറഞ്ഞിട്ട് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ കാര്യമായിട്ട് അദ്ദേഹത്തെ നമ്മൾ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല. ഇപ്പോൾ പേരെടുത്ത് വിമർശിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സംഗതി, കാരണം നമ്മൾ കരുതിയിരുന്നത് തൊഴിലാളികളോട് വളരെയധികം സ്നേഹത്തിൽ പെരുമാറുന്ന നമ്മളുടെ തന്നെ ഒരു തൊഴിലാളിയായിരുന്ന ഒരു വ്യക്തിയുടെ മകൻ KSRTCയുടെ ഉന്നത സ്ഥാനീയനായി മാറുന്ന സന്ദർഭത്തിൽ തൻ്റെ പിതാവിനോടൊപ്പം ജോലി ചെയ്ത സഹപ്രവർത്തകരോടും പെരുമാറുന്ന ഒരു രീതിയുടെ സാഹചര്യത്തിൻ്റെ ഒരു ആനുകൂല്യം സ്വാഭാവികമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ബ്യൂറോക്രസി എപ്പോഴും ഇടപെടുന്നത് മറ്റൊരു രീതിയിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ ആക്കി തീർക്കുന്നത് ആണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും അങ്ങനെയാണോ എന്ന്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഉന്നത നിലയിലിരിക്കുന്ന പല വ്യക്തികളും സൗമ്യമായി പെരുമാറുമ്പോൾ തൻ്റെ പിതാവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളോട് അതിക്രൂരമായി പെരുമാറുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. പത്തനംതിട്ട ഡിപ്പോ സന്ദർശനത്തിനായി എത്തിച്ചേരുന്ന KSRTC MD അവിടെ വെഹിക്കിൾ സൂപ്പർവൈസർമാരുടെ റൂമിൻ്റെ വാതക്കൽ HBSൻ്റെ റൂമിൻ്റെ വാതക്കലായിട്ട് ഒരു ബൈക്ക് ഇരിക്കുന്നതായിട്ട് കാണപ്പെടുകയുണ്ടായി. പാർക്കിംഗ് ഏരിയ ആണോ നോ പാർക്കിംഗ് ഏരിയ എന്തോ ആയിക്കോട്ടെ. പക്ഷേ അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നു, ആ ബൈക്കിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നു. അവിടെ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു MVDയെ കൊണ്ട് അതിൻ്റെ നമ്പരൊക്കെ എടുപ്പിച്ചു എന്നതിൻ്റെ അനന്തര നടപടികളിലേക്ക് കടന്നിട്ടുണ്ടാവാം. ഏതായാലും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പാവം VS വെഹിക്കിൾ സൂപ്പർവൈസറായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഈ കോലാഹലങ്ങളും ഫോട്ടോ എടുപ്പും ഈ ജാടയും എല്ലാം കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ബൈക്ക് ഒരു ഡ്രൈവറുടേതാണ്. ആ ഡ്രൈവർ ജോലിയിൽ എന്തോ പോകാൻ വേണ്ടി ധൃതി പിടിച്ച്, കാരണം പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ശബരിമല പമ്പ തിരക്ക് പോകുന്ന റൂട്ടുകളാണ് നമുക്കറിയാം, പത്തനംതിട്ടയിലൂടെ എല്ലാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ ഈ വണ്ടി വിട്ടുപോരാൻ പറ്റുകയില്ല. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് പാലാടിപ്പോയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കൂട്ടുകാരൻ പൊൻകുന്നത്ത് പാലായിക്ക് പോകുന്ന വഴിക്ക് അയ്യപ്പന്മാരുടെ വാഹനവുമായി കൂട്ടിയിടിച്ച് മരണപ്പെടുന്നത്. ഇപ്പോൾ ഒരു വർഷമായി. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ വന്നുകൊണ്ട് എന്തോ അദ്ദേഹം ഈ വണ്ടി താമസിച്ച് വരുന്നു, വണ്ടി നേരെ VSൻ്റെ അവിടെ വെച്ചിട്ട് പോകുന്നു. ഏതായാലും ഈ പാവപ്പെട്ട വെഹിക്കിൾ സൂപ്പർവൈസർ ഓഫീസർ അദ്ദേഹം ഈ MDയോട് ഈ വിവരം നമ്മളുടെ ഒരു ഡ്രൈവറുടെ വാഹനമാണ് എന്ന് പറയുവാൻ വേണ്ടി കടന്നു ചെല്ലുന്നു. ആ കടന്നു ചെന്നിട്ട് സാർ ഇത് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ്റെ വാഹനമാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ അതീവ അഹങ്കാരത്തോടും ദാർഷ്ട്യത്തോടും കൂടി ഒരു മേലുദ്യോഗസ്ഥന് ഒരു കീഴുദ്യോഗസ്ഥനോട് എങ്ങനെ മനുഷ്യനുണ്ടെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ ഇയാളുടെ പേര് ചോദിക്കുന്നു. മറ്റേ നമ്മുടെ നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു അർജുൻ്റെ, ഒരു നാൾ മുതൽവനായിട്ടിരിക്കുന്ന മുതൽവൻ എന്ന് പറയുന്ന സിനിമ. അവിടെ ആളുകളെ കൂട്ടത്തിൽ കൊണ്ടു നടന്ന് അന്നേരം ടൈപ്പ്റൈറ്ററിന് സസ്പെൻഷൻ അടിച്ചു കൊടുക്കുന്ന പോലെ അതിക്രൂരമായ രീതിയിൽ ഇദ്ദേഹത്തെ കാസർഗോഡ് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റുന്നു. CMD സന്ദർശനം കഴിഞ്ഞ് ആ വണ്ടി പത്തനംതിട്ട ജില്ല വിടുന്നതിന് മുൻപായി ഇദ്ദേഹത്തിൻ്റെ ഓർഡർ ചീഫ് ഓഫീസിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, കാസർഗോഡിന് ട്രാൻസ്ഫർ അടിച്ചിരിക്കുന്നു. അതായത് എങ്ങനെയാണ് ഒരു മനുഷ്യനോട് ഈ ഇത്ര അഹങ്കാരം? ഇവിടെ ഒരു ട്രേഡ് യൂണിയൻ ഇത് ചോദിക്കില്ല എന്നുള്ളൊരു തൻ്റെ ഇടമായിരിക്കാം ഒരു പക്ഷേ MDക്ക്. ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങ് ഈ KSRTCയിൽ ഒരു തൊഴിലാളിയുടെ മകനായി ജനിച്ച് ജീവിച്ചെങ്കിൽ അങ്ങയുടെ പിതാവ് വിവിധ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ഉള്ളപ്പം പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു ട്രാൻസ്ഫർ നേരിട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ജീവിതത്തിൽ അത് അവരുടെ കുടുംബത്തിൽ എങ്ങനെയൊക്കെയാണ് കുഴപ്പങ്ങൾ വരുന്നതെന്ന്. ഇതൊന്നുമില്ലാതെ ഇതിനെക്കുറിച്ച് യാതൊരു ഇതുമില്ലാതെ ഒരാൾ വന്നിട്ട് ഈ കാര്യം പറഞ്ഞു, അത് പഴയ രാജകീയ ഭരണമാണെന്നാണോ പ്രമോദ് ശങ്കർ മിസ്റ്റർ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇത് രാജഭരണമൊന്നുമല്ല. നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാൻ പറ്റുന്ന ഒരു പറ്റം ജീവികളായി KSRTCയിലെ തൊഴിലാളികൾ നിങ്ങളുടെ അടിമകളായി നിൽക്കുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്?
ഇത് ചോദിക്കാൻ ഇവിടെ ഒരു ട്രേഡ് യൂണിയൻ ഇല്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അത്തരത്തിൽ ചോദിക്കുവാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ട്രേഡ് യൂണിയനാണ് വെൽഫെയർ അസോസിയേഷൻ. നിങ്ങളുടെ ഈ രാജകീയ അധികാര ധാർഷ്ട്യത്തിന് മുമ്പിൽ ഇതൊരു ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് വിരൽ ചൂണ്ടി പറയുവാനുള്ള സംഘടനയാണ് വെൽഫെയർ അസോസിയേഷൻ. നിങ്ങൾ അടിച്ചിരിക്കുന്ന സസ്പെൻഷൻ ഈ ട്രാൻസ്ഫർ ഉത്തരവിൽ ഭരണപരമായ സൗകര്യാർത്ഥം കാസർഗോട്ടേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാസർഗോഡ് ഡിപ്പോയിൽ ഏകദേശം 4ഓളം വെഹിക്കിൾ സൂപ്പർവൈസർമാർ നിലവിലുണ്ട്. പത്തനംതിട്ട എത്ര പേരുണ്ട്? പത്തനംതിട്ടയിൽ എത്ര പേരുണ്ടായിട്ടാണ് ഭരണപരമായ ഒരു സൗകര്യാർത്ഥം ഈ ഇത്ര അകലിലേക്ക് ഈ മനുഷ്യനെ അടിച്ചിരിക്കുന്നത്? എന്താണ് അങ്ങയോട് വന്നിട്ട് ഈ കാര്യം പറയുവാൻ ഒരു ജീവനക്കാരന് അവകാശമില്ലെന്നാണോ താങ്കൾ കരുതുന്നത്? പ്രമോദ് ശങ്കർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ആരോട് വേണമെങ്കിലും ഇത്തരത്തിൽ ഉള്ള നടപടി കാണിക്കുമ്പോൾ, അഹങ്കാരവും ധാർഷ്ട്യവും കാണിക്കുമ്പോൾ, കീഴുദ്യോഗസ്ഥൻ അടിമയാണെന്നുള്ള ചിന്തയിൽ കാണിക്കുമ്പോൾ അതേ രീതിയിലുള്ള മറുപടി പറയും വെൽഫെയർ അസോസിയേഷൻ. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ ഇത്തരം ധാർഷ്ട്യം ജീവനക്കാരോട് കാണിക്കുന്ന ഒരു ക്രൂര മനസ്സിന് ഉടമയാണ് KSRTCയിലെ ഒരു ജീവനക്കാരൻ്റെ മകനായി പിറന്നിട്ട് പോലും ഈ കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ട് പോലും ഈ അഹങ്കാരം കാണിച്ചത് വളരെ മോശമായി പോയി എന്ന് വെൽഫെയർ അസോസിയേഷൻ പ്രമോദ് ശങ്കറിനോട് പറയുകയാണ്. അതുകൊണ്ട് ഈ പുറമേ കാണിച്ചിട്ടുള്ള ഇതല്ല ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് കാണത്തക്ക രീതിയിൽ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്നുവെങ്കിൽ റഫറണ്ടത്തിന് ശേഷം വെൽഫെയർ അസോസിയേഷൻ അങ്ങയുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിച്ചാൽ അങ്ങ് എന്ത് ചെയ്യാൻ സാധിക്കും? ഇനി ഒരു അംഗീകാരവും ഇല്ലാതെ വെൽഫെയർ അസോസിയേഷൻ ഇതാ സംസാരിക്കുന്നു. താങ്കൾ കാണിച്ചത് മനുഷ്യത്വ വിരുദ്ധവും ദ്രോഹപരമായ നടപടിയാണ്. അത്തരത്തിൽ തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം എല്ലാവരും തൻ്റെ അടിമകളാണ് എന്ന് കരുതുന്ന ഒരു KSRTC ജീവനക്കാരൻ്റെ മകനായിരുന്നിട്ട് പോലും ആ പിതാവിൻ്റെ സഹപ്രവർത്തകരോട് കാണിക്കുന്ന അതിക്രൂരതയ്ക്ക് ഇതിനപ്പുറം ഒരു മറുപടി വെൽഫെയർ അസോസിയേഷൻ നൽകാനില്ല. അതുകൊണ്ട് തന്നെ പ്രമോദ് ശങ്കർ മനസ്സിലാക്കേണ്ടത് അടിമകളായിട്ട് തൊഴിലാളികളെ കാണുന്ന ട്രേഡ് യൂണിയനുകളുടെ ഗണത്തിൽപ്പെട്ടതല്ല വെൽഫെയർ അസോസിയേഷൻ എന്നാണ് KSRTWAക്ക് പ്രമോദ് ശങ്കറിനോട് പറയുവാനുള്ളത്. നന്ദി. Thank you.